സോ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് രജിസ്റ്റർ ഓർഗനൈസേഷൻ ഇൻ 8086 ആണ്. സോ നമ്മൾ ജസ്റ്റ് ആ ഒരു 8086 ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ രജിസ്റ്റേഴ്സ് പറഞ്ഞു പോയി. എങ്ങനെയാണ് 8086 രജിസ്റ്റർ ഓർഗനൈസേഷൻ നോക്കാം. 8086 is a powerful set of registers known as dual purpose registers and specific purpose. അപ്പോൾ നമ്മുടെ 8086 രണ്ടും ഉണ്ട്, രണ്ട് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് dual purpose registers അതുപോലെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. എല്ലാം എത്രയാണ്? 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. അല്ല dual purpose registersൽ these registers can be used as either 8-bit or 16-bit ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ they can be either using for ഡേറ്റ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് റിസൾട്ട് ഹോൾഡ് ചെയ്യാനോ എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേഴ്സ് യൂസ്ഡ് ആസ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, പോയിന്റേഴ്സ്, ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഓർ ആസ് ഓഫ്സെറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി 8086 classified the registers into following types. എന്തൊക്കെയാണ് ടൈപ്സ്? ഒന്ന് ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റർ. 8086 രജിസ്റ്റർ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ് ആയിട്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആയിട്ട്, പിന്നെ പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റർ, ദെൻ ഫ്ലാഗ് രജിസ്റ്റർ. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നതാണ് ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ്. ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സിലാണ് നമ്മുടെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എവിടെയാണ് കണ്ടത് നമ്മൾ? ബസ് ഇൻ്റർഫേസിൽ തന്നെയാണോ? ബസ് ഇൻ്റർഫേസിലല്ല, നമ്മൾ എക്സിക്യൂഷൻ യൂണിറ്റിൽ കണ്ട ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ AH, AL, BH, BL, CH, CL, TH, DL. ഈ AHനെ ALനെയും കൂടെ ഒരുമിച്ച് നമുക്ക് AX എന്നും BH എല്ലാവരും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് BAX, BX, CX, DX. സോ ഇതൊക്കെയാണ് ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ്. ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ജനറൽ ഡേറ്റ രജിസ്റ്റേഴ്സ്. നെക്സ്റ്റ് ആണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. അതുകൊണ്ട് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകും. നമ്മൾ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ പഠിച്ചതാണല്ലേ. അതിൽ ഏതൊക്കെ വരും? കോഡ് സെഗ്മെന്റ് ആണ് CS, SS, DS, ES. CS എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെന്റ്, SS എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് സെഗ്മെന്റ്, DS എന്ന് പറഞ്ഞാൽ ഡേറ്റ സെഗ്മെന്റ്, ES എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെഗ്മെന്റ്. അങ്ങനെ ഒരു 4 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ഫ്ലാഗ്സ് ഓർ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഫ്ലാഗ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇത് ഫ്ലാഗ്സ് അല്ല, ഫ്ലാഗ്സ് നമുക്ക് ഇനി സെപ്പറേറ്റ് ഒരു പഠിക്കും. ഫ്ലാഗ്സും ഏതൊക്കെ ഫ്ലാഗ്സ് ഉണ്ട് നമുക്ക് ഫ്ലാഗ്സിൽ പഠിക്കാം. അതൊരു രജിസ്റ്ററാണ്, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. അതിന് നമ്മുടെ നാലാമത്തെ രജിസ്റ്റേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് നോക്കിയാൽ നമുക്കവിടെ ടോട്ടൽ ഓഫ് 5 പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സിലുണ്ട്. ഫസ്റ്റ് വൺ SP, BP, SI, DA, IP. SP എന്ന് വെച്ചാൽ സ്റ്റാക്ക് പോയിന്റർ, BP ബേസ് പോയിന്റർ, SI സോഴ്സ് ഇൻഡെക്സ്, DI ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, IP ഇൻസ്ട്രക്ഷൻ പോയിന്റർ. സോ പോയിന്റർ രജിസ്റ്റേഴ്സും ഉണ്ട്, ഇൻഡെക്സ് രജിസ്റ്റേഴ്സും അടങ്ങിയിട്ടുള്ള ബോക്സ് ആണ് അത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു AX, BX, CX, DX അങ്ങനെ 4 ടൈപ്പ് ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതേപോലെ AX മെയിൻലി യൂസ് ചെയ്യുന്നത് 16 ബിറ്റ് അക്യുമുലേറ്ററിനും ലോവർ 8 ബിറ്റ് ഈസ് അസൈൻഡ് ആസ് ദ AL. അതിൽ നമ്മൾ പറഞ്ഞു AL, BL അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലോ. AL, AH ലോവർ 18 ബിറ്റ് ആണ് AL, ഹയർ 18 ബിറ്റിന് AH എന്ന് പറയും. രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് AX എന്ന് പറയുന്നത്. 8 കൂടി ചേർത്ത് 16 ബിറ്റ് അക്യുമുലേറ്റർ ആവുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് BX മെയിൻലി യൂസ്ഡ് ആസ് ഓഫ്സെറ്റ് സ്റ്റോറേജ് ഫോർ ഫോമിങ് ഫിസിക്കൽ അഡ്രസ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഓഫ്സെറ്റ് സ്റ്റോറേജ് ആയിട്ടാണ് BX ആക്ട് ചെയ്യുന്നത്. CX മെയിൻലി യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് കൗണ്ടറായിട്ടും DX എന്ന് പറഞ്ഞാൽ മെയിൻലി യൂസ്ഡ് ആസ് ആൻ ഇംപ്ലിസിറ്റ് ഓപ്പറാൻഡ് ഓൺ ഡെസ്റ്റിനേഷൻ ഇൻ കേസ് ഓഫ് ഫ്യൂ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കാര്യം. ഇനി സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 4 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. CS, DS ആണ്. CS എന്ന് പറഞ്ഞാൽ കോഡ് സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്. ഓരോന്ന് പെർഫോം ചെയ്ത് നോക്കാം. കോഡ് സെഗ്മെന്റ് മെയിൻലി യൂസ്ഡ് ഫോർ അഡ്രസ്സിംഗ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ചെയ്യാനാണ്. ഡേറ്റ സെഗ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് ടു പോയിന്റ് ദ ഡേറ്റ സെഗ്മെന്റ് ഓഫ് ദ മെമ്മറി. എക്സ്ട്രാ സെഗ്മെന്റ് യൂസ് ചെയ്യണം ഓൾസോ റെഫേഴ്സ് ടു ദ സെഗ്മെന്റ് ഇൻ ദ മെമ്മറി വേർ ഇസ് ഡേറ്റ എന്നത് എക്സ്ട്രാ സെഗ്മെന്റ്. അതായത് എക്സ്ട്രാ ആയിട്ട് അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ഡേറ്റ സെഗ്മെന്റ് വരുമ്പോൾ വരുന്നതാണ് എന്ത്? എക്സ്ട്രാ സെഗ്മെന്റ്. ഓൾസോ റെഫേഴ്സ് ടു എ സെഗ്മെന്റ് ഇൻ ദ മെമ്മറി വിച്ച് ഈസ് അനദർ ഡേറ്റ സെഗ്മെന്റ് ഇൻ ദ മെമ്മറി. സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് യൂസ്ഡ് ഫോർ അഡ്രസ്സിംഗ് സ്റ്റാക്ക് സെഗ്മെന്റ് ഓഫ് ദ മെമ്മറി. മെമ്മറിയിൽ സ്റ്റാക്ക് സെഗ്മെന്റ് അഡ്രസ് ചെയ്യാനാണ് സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നതാണ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ. ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ അഡ്രസ് വിൽ ബി ഈക്വൽ ടു
10h into segment address plus off star address. ഏത് ഇൻസ്ട്രക്ഷൻ്റെ ആണോ ഏതിൻ്റെ ആണോ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ടത് അതിനെ 10h into സെഗ്മെൻറ്റ് അഡ്രസ് പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഏതൊക്കെ പോയിന്റേഴ്സ് ഉണ്ട്? 5 മൊത്തത്തിൽ ടോട്ടൽ 5 രജിസ്റ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്, അറിയാമല്ലോ. മെയിൻലി സ്റ്റോർ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പോയിന്റ്. നെക്സ്റ്റ് ബേസ് പോയിന്റ്, സ്റ്റാക്ക് പോയിന്റ്, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. ഇതിൽ നോക്കിക്കേ, ദ പോയിന്റർ ജസ്റ്റ് IP മെയിൻലി കണ്ടെയ്ൻ ചെയ്യുന്ന ഓഫ്സെറ്റ് വിത്ത് ദ കോഡ് സെഗ്മെന്റ് ആയിരിക്കും. ബേസ് പോയിന്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓഫ്സെറ്റ് വിത്ത് ഡേറ്റ സെഗ്മെന്റ് ആണ്. SP അതായത് സ്റ്റാക്ക് പോയിന്റിൽ മെയിൻലി എന്താണ്? ഓഫ്സെറ്റ് വിത്ത് സ്റ്റാക്ക് സെഗ്മെന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും. ഇത്രയൊക്കെ. ഇനി നമ്മൾ SIയും DIയും പറഞ്ഞു. SI എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ. സോഴ്സ് ഇൻഡെക്സിൽ മെയിൻലി സ്റ്റോർ ചെയ്യുന്ന ഓഫ്സെറ്റ് ഓഫ് ദ സോഴ്സ് ഡേറ്റ ഇൻ ഡേറ്റ സെഗ്മെന്റ്. ഡേറ്റ സെഗ്മെന്റിലെ സോഴ്സ് ഡേറ്റയുടെ ഓഫ്സെറ്റ് ആയിരിക്കും സോഴ്സ് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുക. DIയിൽ സ്റ്റോർ ദ ഓഫ്സെറ്റ് of the destination in data or extra segment. extra segmental offset source അല്ലെങ്കിൽ offset of the destination ഡേറ്റയിൽ destination offset ആയിരിക്കും എന്ത്? DIയിൽ destination indexൽ സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആൻഡ് മെയിൻ ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ 8086 ഫ്ലാഗ് രജിസ്റ്ററിൽ മെയിൻലി കണ്ടെയ്ൻ ചെയ്യുന്ന റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ, അതായത് ALUവിൻ്റെ റിസൾട്ട് കമ്പ്യൂട്ടിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ 16-bit ഫ്ലാഗ് രജിസ്റ്റർ ആണ് നമ്മൾ 8086-ലുള്ളത്. നമുക്ക് രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. കണ്ടീഷൻ കോഡ് ഓഫ് സ്റ്റാറ്റസ് ഫ്ലാഗ് ആയിട്ടും മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് ആയിട്ടും കണ്ടു. മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി എന്താണ്? ഹയർ ബിറ്റ് ആണ്. ഓക്കെ, ഹയർ ബിറ്റ് ഓഫ് ദ ഫ്ലാഗ് രജിസ്റ്റർ ആണ്. മെയിൻലി അത് 3 ഫ്ലാഗ്സ് ആണ് അതിലുള്ളത്. ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻട്രപ്റ്റ് ഫ്ലാഗ്, ട്രാപ്പ് ഫ്ലാഗ്. ഇതൊക്കെയാണ് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് എന്ന് പറയാം. ഇനി കണ്ടീഷൻ കോഡ് ഓഫ് സ്റ്റാറ്റസ് ഫ്ലാഗ് ഇൻഡിക്കേറ്റർ 16-bit ലോവർ ബൈറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ആണ്. അത് മെയിൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താ? അഡീഷണൽ ഓവർഫ്ലോ, അതേപോലത്തെ എന്തെങ്കിലും കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്റർ. മറ്റേ 8085-ലുള്ള പോലത്തെ എല്ലാ ഫ്ലാഗ് രജിസ്റ്റേഴ്സും ആണ് ഇവിടെ വരുന്നത് സ്റ്റാറ്റസ് ഫ്ലാഗ്സിൽ അല്ലെങ്കിൽ കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സിൽ വരുന്നത്. ഇനി അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ നോക്കൂ. ഇതാണ് മെയിനായിട്ട് വരുന്നത് കോൺഫിഗറേഷൻ, ഫ്ലാഗ് രജിസ്റ്റർ കോൺഫിഗറേഷൻ. നമ്മൾ ഇതിൽ സെപ്പറേറ്റ് വരുന്നത് ഇത്രയും ഇങ്ങനെ ഒരു കോഡിൽ പഠിച്ചു വയ്ക്കുക. ഓഡിറ്റ് ഓഡിറ്റ് ഫസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച ഇത് ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 8085-ൽ പഠിച്ചതാണ് ഇത് ഇത്രയും. ഓക്കെ, SZX ഓക്സിലറി, നോട്ട് ഡിഫൈൻ, പാരിറ്റി, നോട്ട് ഡിഫൈൻ, ക്യാരി. നമ്മളിത് പഠിച്ചതല്ലേ. ഇതിന് മുമ്പുള്ളത് 15 തൊട്ട് 12 വരെ നോട്ട് ഡിഫൈൻഡ് കൊടുത്തു. 11 തൊട്ട് 8 വരെ എന്ത് കൊടുക്കണം? ഓഡിറ്റ്. ആ O എന്താണെന്ന് പറയുക? O എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ്, D എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഫ്ലാഗ്, I ഇൻട്രപ്റ്റ് ഫ്ലാഗ്, T ട്രാപ്പ് ഫ്ലാഗ്. ഈ 4 ഫ്ലാഗാണ് സെപ്പറേറ്റ് ആയിട്ട് വന്നത്. അതിൽ ഒന്ന് എന്താണ്? ഒരു കൺട്രോൾ ഫ്ലോ ആണ്, ഒന്ന് കണ്ടീഷൻ. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച സൈൻ ഫ്ലാഗ്, മറ്റേല് പറഞ്ഞ പോലെ തന്നെയാണ്. സൈൻ ഫ്ലാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെൻ ദ റിസൾട്ട് ഓഫ് എനി കമ്പ്യൂട്ടേഷൻ ഇസ് നെഗറ്റീവ്, സൈൻ ഫ്ലാഗ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഓക്കെ, സീറോ ഫ്ലാഗ് അറിയാല്ല. ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇഫ് ദ റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് കമ്പാരിസൺ പെർഫോംഡ് ബൈ ദ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? സീറോ ഫ്ലാഗ് സെറ്റാണ്. ഇനി ക്യാരി ഫ്ലാഗ് അറിയാല്ല. Carry flag is set when there is a carry out of MSB in the case of addition or subtraction. Auxiliary carry അറിയില്ല. If there is a carry from the lowest noble ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഓവർഫ്ലോ അറിയില്ല. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അവിടെ എന്തെങ്കിലും ഓവർഫ്ലോ ഒക്കർ ചെയ്താൽ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. അതേപോലെ ട്രാപ്പ് ഫ്ലാഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് പുതിയൊരു ഫ്ലാഗാണ്. അത് ഒരു എന്താണ്? മെഷീൻ കൺട്രോൾ ഫ്ലാഗ് ആണ്. അത് മെയിൻലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ദ പ്രോസസ്സർ എൻറ്റേഴ്സ് എ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ മോഡിലോട്ട്. നമ്മുടെ പ്രോസസ്സർ ഒരു സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ മോഡിലോട്ട് എൻറ്റർ ചെയ്ത് ആ ഫ്ലാഗ് എന്ത് ചെയ്യും? സെറ്റ്. അതായത് ദ പ്രോസസ്സർ എക്സിക്യൂട്ട്സ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് കൺട്രോൾ ഇസ് ട്രാൻസ്ഫർ ടു ദ ട്രാപ്പ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിലോട്ട് എന്ത് ചെയ്യും? കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ട്രാപ്പ് ഫ്ലാഗ് ആയിരിക്കും എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് നമുക്ക് CPU റെക്കഗ്നൈസ് ചെയ്താൽ എന്ത് ചെയ്യും? ഫ്ലാഗ് സെറ്റ് ചെയ്യും. Interrupt flags are set if the maskable interrupts are recognized by the CPU.
ഓക്കെ, ഇനി ഡയറക്ഷൻ ഫ്ലാഗ് അറിയില്ല. ദിസ് ഈസ് യൂസ്ഡ് ബൈ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. അതായത് ഇപ്പം ഈ ഫ്ലാഗ് ബിറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ സ്ട്രിംഗ് പ്രോസസ്സിംഗ് ബിഗിനിങ് ഫ്രം ദ ലോവസ്റ്റ് അഡ്രസ് ടു ദ ഹയസ്റ്റ് അഡ്രസ് എന്നാണ്. ഇപ്പം നമ്മൾ അതൊരു എന്താണ് 0 അല്ല 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രം ഓട്ടോ ഡിക്രിമെൻറ്റിങ് മോഡാണെന്ന് അർത്ഥം. ഓക്കെ, അതായത് നമ്മൾ 0 ആണെങ്കിൽ ലോവസ്റ്റ് അഡ്രസ് പ്രോസസ് ചെയ്യണത് ഫ്രം ലോവസ്റ്റ് അഡ്രസ് ടു ഹയസ്റ്റ് അഡ്രസ് ആയിരിക്കും. ഇപ്പോൾ ഡയറക്ഷൻ ഫ്ലാഗ് 1 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം ഫ്രം ഹയസ്റ്റ് അഡ്രസ് ടുവേർഡ്സ് ദ ലോവസ്റ്റ് അഡ്രസ് ആയിരിക്കും സ്ട്രിംഗ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രജിസ്റ്റർ ഓർഗനൈസേഷൻ ഇൻ 8086 മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ പാർട്ട് ബിയിലും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ.